നേതാക്കൾ വേദിയിലിരിക്കെ ജലപീരങ്കിയും ഗ്രനേഡും കണ്ണീർവാതവും ഉപയോഗിച്ച പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കെപിസിസി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. വൃത്തികെട്ട രാഷ്ട്രീയ കളിയെന്നായിരുന്നു എൽഡിഎഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രതികരണം. നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പോലീസ് പ്രത്യാക്രമണം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തലയ്ക്ക് മുകളിൽ വെച്ച് ഗ്രനേഡ് പൊട്ടി. തീപ്പന്തം കൊണ്ടുള്ള നടപടിയെന്നാണ് സുധാകരൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ശ്വാസം മുട്ടി അതിനകത്തൊരു പോയിസൺ പോലെ തോന്നി. നമുക്കൊക്കെ ഗുരുതരമായ രാഷ്ട്രീയ നടപടിയാണ്. പ്രതിപക്ഷ നേതാക്കളെ കൊല്ലാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം ലഭിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചു. ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ, ഈ സർക്കാരിന്റെ നരനായകനെതിരെ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. പോലീസ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് ശശി തരൂർ എം പി ആരോപിച്ചു. ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്ക് ആയിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മളിത് കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ. പോലീസിന് നേരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്നായിരുന്നു എൽഡിഎഫ് കൺവീനർ ഇ.പി. ജയരാജൻ ആരോപിച്ചത്. ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. പോലീസിന് നേരെ ആക്രമണം കല്ലേറ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തന്നെയും തന്റെ സഹ എംപിമാരെയും ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് ലോക്സഭാ സ്പീക്കർക്ക് സുധാകരൻ പരാതി നൽകി. മീഡിയ 1 തിരുവനന്തപുരം.